നമസ്കാരം സുഹൃത്തുക്കളെ, ശ്രീപത്മ അഗ്രിടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും. അപ്പം മഴയുള്ള സമയത്ത് നമ്മൾക്ക് ലോട്ടസിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാം, ചെയ്യാതിരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളങ്ങളൊക്കെ ചേർക്കണോ, ഇങ്ങനെ ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നന്നായിട്ട് മഴ പെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു സമയത്ത് മൊട്ടുകളെല്ലാം കരിഞ്ഞു പോവുക, പൂക്കൾ പുതിയത് വരാതിരിക്കുക, ഇലകളെല്ലാം ചീഞ്ഞ മാതിരി ഇരിക്കുക, ഒരു കാണാൻ ഒരു ഉഷാറില്ലാത്ത ഒരവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു ചെടി ശ്രദ്ധിച്ചാൽ അറിയാം, ഇലകളെല്ലാം കീറിയിട്ട് ഒരു ആരോഗ്യമില്ലാത്ത ഒരു ചെടി, പൂക്കളതെ ഒരു ആരോഗ്യമില്ലാത്ത ചെടി. ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാവിൻ്റെ ചോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒത്തിരി പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഗാർഡനിൽ മറ്റുള്ള ചെടികളുടെ ഇടയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ മരത്തിലെ ഇലകളിൽ നിന്നും വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് ഇലകളെല്ലാം കീറിപ്പോകും. അങ്ങനെ കീറിക്കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം തന്നെ മോശമാവുകയും പിന്നീടത് പൂക്കാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കാര്യമായിട്ട് കിഴങ്ങുകൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ തന്നെ തുറസായ സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ മഴക്കാലത്ത് ഇലകളെല്ലാം ഇങ്ങനെ പഴകിയ ഇലകളെല്ലാം നീക്കം ചെയ്യുക വേണം. പഴകിയ ഇലകളും അതിൽ അഴുകിയ തണ്ടുകളും ഒക്കെ നീക്കം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വഴി ചെടിക്ക് ഒരു ആരോഗ്യം ഉണ്ടാവും. പുതിയ ഇലകൾ പെട്ടെന്ന് വരികയും ചെയ്യും. എന്നാലും നമ്മളതിന് റണ്ണേഴ്സോ അല്ലെങ്കിൽ ട്യൂബറൊന്നും ഇപ്പോൾ എടുക്കരുത്. ചെടിയുടെ അവസ്ഥ, ആ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമേ നമ്മളത് അപ്രൂവ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ട്യൂബർ കിട്ടാത്ത ഇനമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അപ്രൂവ് ചെയ്യാതിരിക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ തുറസായ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ പറഞ്ഞ പഴകിയ ഇലകളും പൂക്കളും നീക്കം ചെയ്യുന്നതിലൂടെ ഒച്ച് തുടങ്ങിയ ജീവികളുടെ ശല്യം നമുക്ക് കുറയ്ക്കാനും വെള്ളം അഴുക്കാവുന്നത് കുറയ്ക്കാനും സാധിക്കുന്നു. ഈ ഒരു സമയത്ത് വളങ്ങൾ, അത് രാസവളമായിക്കോട്ടെ ജൈവവളമായിക്കോട്ടെ, ചേർത്ത് കൊടുക്കാതിരിക്കുക. നല്ല മഴയുള്ള സമയത്ത്, എന്നാൽ മഴ കുറഞ്ഞ് നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചേർക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് പോണ്ടിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പം മഴയ്ക്ക് മുമ്പേ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു മെയ് മാസം ജൂൺ 10 നമ്മൾ ക്ലീൻ ചെയ്ത് വളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പം നല്ല മഴയില്ലാത്ത സമയത്താണ് അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇതിൽ മുഴുവൻ പായലൊക്കെ വന്ന് അടിഞ്ഞിട്ട് പൂക്കളൊന്നും ഇല്ലാതെ ഡോർമൻസി പോലെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പായലെല്ലാം ആദ്യം വാരിക്കളി. പായലുണ്ടെങ്കിൽ തന്നെ ചെടിയിലെ അല്ലെങ്കിൽ ആ പോണ്ടിലെ വളം മുഴുവൻ വലിച്ചെടുത്ത് ചെടിക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് പൂക്കുന്നത് കുറയുകയും ചെയ്യും. അപ്പം ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു. മഴയില്ലാത്ത സമയത്ത് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിലെല്ലാ പായലും വാരിക്കളയുകയും ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് വളം ചേർക്കാം. ഇതിനായിട്ട് ഞാൻ ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ നിർബന്ധമാണ്. പച്ച ചാണകം വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ നടുഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് നീക്കം ചെയ്ത് ഒരു ചാക്ക് ചണച്ചാക്ക് ചാണകമാണ് നിറച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും പിന്നീട് മൂടുകയും ചെയ്തു. കാരണം ചാണകം മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പായൽ വളരുകയും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നേരത്തെ കണ്ട പോലെ തന്നെ ആവുകയും ചെയ്യും. ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൽ നന്നായിട്ട് പുതിയ റണ്ണേഴ്സ് ഡെവലപ്പ് ചെയ്ത് പുതിയ ബഡ്സൊക്കെ ആയിട്ട് ഈ രീതിയിൽ ചെടി വളർന്ന് നന്നായിട്ട് പൂക്കുകയും ചെയ്യും. നമുക്ക് പോണ്ടിൽ വർഷത്തിൽ 1-2 തവണയെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വളം കൊടുക്കേണ്ടുള്ളൂ. അത് നമ്മൾ പോണ്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇലകളെല്ലാം നല്ല വലുപ്പത്തിൽ വരികയും വലിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലത്ത്, അതായത് മഴയ്ക്ക് തൊട്ട് മുന്നേ അല്ലെങ്കിൽ വലിയ മഴ പെയ്യുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മഴ കഴിഞ്ഞ ഉടനെയും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൽ പോണ്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ മെയിൻ്റനൻസേ വരുള്ളൂ. ടബിലാകുമ്പോഴാണ് നമ്മൾ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്, വളമൊക്കെ തീർന്നിട്ട്. ഇനി ഒത്തിരി പേരുടെ ഒരു സംശയമാണ്, മഴക്കാലത്ത് ട്യൂബറും റണ്ണറും നടാമോ എന്ന്. അപ്പം ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ട്യൂബർ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഗ്രോത്ത് ടിപ്സുള്ള, നന്നായിട്ട് മൂത്തത്, അതായത് ഏകദേശം 6-7 മാസം വരെ ചട്ടിയിലിരുന്നിട്ട് മെച്ചുറായ ഒരു ട്യൂബറാണ്. ഈ ഒരു ട്യൂബർ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം അത് മൂത്തിട്ടുണ്ടെന്നുണ്ട്. നമുക്കത് ഒരു 3 ആഴ്ചയൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ ട്യൂബറൊക്കെ എടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്തതിന് ശേഷം
പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നടന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം പല കാരണങ്ങൾ കാരണം ട്യൂബർ അഴുകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഫംഗിസൈഡ് ട്രീറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. എന്നാൽ പോലും നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഇലകളൊക്കെ വന്നിട്ട് വളരുന്നതായിട്ട് കാണാം. അപ്പോൾ അധിക ദിവസം വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൂത്ത ട്യൂബറുകൾ എത്ര മഴയുള്ള സമയത്തായാലും നട്ടു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് വളർന്നോളും. ഇനി പറയാനുള്ളത് റണ്ണറിൻ്റെ കാര്യമാണ്. ഈ കാണുന്നത് ഒരു തിക്ക് റണ്ണറാണ്. മിറാക്കിൾ അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിൾ പോലെയുള്ള വെറൈറ്റീസ് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ എത്രത്തോളം ഗ്രോത്ത് ടിപ്സ് ഉണ്ടെന്നാണ്. മാത്രമല്ല അത് ഹെൽത്തി ആണോ എന്ന് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 5-6 മാസമൊക്കെ ഇരുന്ന് മൂത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിടിക്കുമ്പോൾ തന്നെ അതിൽ നമുക്കറിയാൻ കഴിയും. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കുറച്ചൊരു ഹാർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള റണ്ണറുകൾ നമ്മൾ പെട്ടെന്ന് അപ്രൂട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നടാതിരിക്കുക. ഇല്ല നമുക്കിനിയിപ്പം നല്ല മഴയില്ല, വലിയ കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിൾ പോലെയുള്ള ഇനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കുക, അതേ സമയത്ത് തന്നെ ടബ് സെറ്റാക്കി നടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം ഗ്രോത്ത് ടിപ്സ് ഉണ്ടെന്ന്. ഇത് അത്യാവശ്യം ഒരു ഏകദേശം 1.5-2 അടി നീളമുള്ള ഒരു നല്ല ഗ്രോത്ത് ടിപ്പുള്ള ഒരു റണ്ണറാണ്, തിക്ക് റണ്ണറാണ്. ഇത് നമുക്ക് നടുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇതിൽ നമ്മൾ ഏകദേശം 1-2 ഗ്രോത്ത് ടിപ്പ് വെച്ചിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചീച്ചൽ ഇറങ്ങുകയും ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ തന്നെ നമുക്ക് കാണാം 3-4 ജോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ചീച്ചൽ ഇറങ്ങി മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ ചെടി വളർന്ന് വലുതായിരിക്കണം. അതുകൊണ്ടാണ് നല്ല വലുപ്പമുള്ള റണ്ണേഴ്സ് എടുക്കാൻ പറയുന്നത്. നല്ല മഴക്കാലമാണെന്നുണ്ടെങ്കിൽ റണ്ണേഴ്സ് നടുന്നത് ഒഴിവാക്കാം. നമുക്ക് ചെയ്ത് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പുതിയതായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല മൂത്ത ട്യൂബറുകൾ മാത്രം നടാൻ ശ്രദ്ധിക്കുക.